എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 32-ാം ദശകത്തിലെ അവസാനത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. സുതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപതി പ്രപായാഹ. ഓം ശ്രീകൃഷ്ണാർപ്പണം. ശ്രീകൃഷ്ണായ നമോ നമഃ. ഈ 32-ാം ദശകത്തോടെ അഷ്ടമസ്കന്ധം സമാപിച്ചു. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. സ്വതുംഗശൃംഗക്ഷതവക്ഷസം. മത്സ്യമൂർത്തിയായ അങ്ങ് ഉയർന്ന കൊമ്പുകൊണ്ട് പിളർന്ന മാറിടത്തോടെ ആരാ തം ദൈത്യം ആ ഹയഗ്രീവ മഹാസുരനെ നിപാത്യ താഴെ വീഴ്ത്തുകയും നിഗമാൻ ഗൃഹീത്വ വേദങ്ങളെ വീണ്ടെടുക്കുകയും വിരിഞ്ചയെ പ്രീതഹൃദേ ദദാന പ്രീതഹൃദേ വിരിഞ്ചയെ സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന് ദദാന ദാനം നൽകുകയും ചെയ്തു. പ്രഭഞ്ജനാകാരപതേ ഹേ ഗുരുവായൂരപ്പ പ്രപായ എന്നെ രക്ഷിക്കണമേ എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങ് ഉയർന്ന കൊമ്പുകൊണ്ട് മാറിടം പിളർന്ന് ഹയഗ്രീവനെ നിഗ്രഹിക്കുകയും വേദങ്ങൾ വീണ്ടെടുത്ത് സന്തുഷ്ടനായ ബ്രഹ്മാവിനു തന്നെ ദാനം ചെയ്യുകയും ചെയ്തു. ഹേ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണമേ. അതായത് ഒരു കുഞ്ഞു മത്സ്യത്തിൻ്റെ രൂപത്തിലാണ് ഭഗവാൻ ഇവിടെ അവതരിച്ച്. മത്സ്യം എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായ ഒരു ജീവി, ചെറുജീവി. തൻ്റെ ഭക്തനായ സത്യവ്രതനെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ഭഗവാൻ മത്സ്യരൂപം ധരിച്ചു. എന്താ അതെന്ന് മനസ്സിലാക്കണ്ടേ? സ്വന്തം എന്തു ക്ലേശം സഹിച്ചും ദുഃഖിതന്മാരായ ഭക്തജനങ്ങൾക്ക് ദുഃഖനിവാരണം നൽകുന്നവനാണ് ഭഗവാൻ. അത്രയും ദയാലുവായ ഭഗവാനെ, ഈ വാദം കൊണ്ട് കഷ്ടപ്പെടുന്ന എന്നെയും രക്ഷിക്കാൻ ദയവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ അവസാന ശ്ലോകത്തിലൂടെ ഭട്ടതിരിപ്പാട്. ഇനി ഭക്തന്മാരായ നമ്മളെന്താ ഇതെന്ന് മനസ്സിലാക്കണ്ടേ? എന്തെല്ലാം ക്ലേശങ്ങളും മാനസിക വിഷമങ്ങളും ഉണ്ടെങ്കിലും ഭഗവത് ഭക്തനാണോ ഭഗവാന്റെ ഒരു ഈക്ഷ, നോട്ടം നമ്മളുടെ മുകളിലുണ്ടായിരിക്കും. ഭഗവാൻ ഏത് സമയത്തും നമ്മളെ ഏത് രൂപത്തിൽ വന്നും സഹായിക്കും, നമ്മെ രക്ഷിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കണം എന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.